ഇപ്രാവശ്യം പുൽക്കൂട് റെഡിയാക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. ഉച്ചയായപ്പോഴത്തേക്കാണ് ഞാനതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അയ്യോ ഇന്ന് കരോള് വരും, അയ്യോ എന്ത് ചെയ്യും, എൻ്റെ പുൽക്കൂടൊന്നും ശരിയായില്ലേ എന്ന് പറഞ്ഞ് ഞാനിവിടെ വെപ്രാളോ പരവേശമോ ആക്രാന്തമോ പേടിയോ വിറയോ എന്തൊക്കെയോ സംഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ രണ്ടുപേര് കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തൊട്ടിയിലൊരെണ്ണം കിടപ്പുണ്ടല്ലോ, അവൻ്റെ സഹകരണത്തിലാണ് ഇപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോവും. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ വഴിയും പുഴയും തോടും കുളവും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് വേണം താനും. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ഇത് ചെയ്യാനുള്ള സന്ദർഭവും ഇല്ല, സാഹചര്യവും ഇല്ല, സമയമാണെങ്കിൽ ഒട്ടുമില്ല, ആൾക്കാരുമില്ല. അപ്പോൾ ഇരുന്നുള്ള സമയത്ത് ഇത് ഓരോന്നൊക്കെ പിച്ചിപ്പെറുക്കി പഴയ സാധനങ്ങളൊക്കെ എന്തെല്ലാം ഉണ്ട്, പണി ലാഭിക്കാൻ പറ്റുമോ എന്നൊക്കെ തപ്പി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഒരു ലാഭവും ഇല്ല. ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രമേ പഴയത് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് നമ്മൾ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. ഇന്ന് രാത്രി തന്നെ കരോള് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇത്ര പെട്ടെന്ന് ധൃതി പിടിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അറിയുന്നത് ഇന്ന് കരോള് വരില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ കരോള് വരുള്ളൂ, പറ്റിച്ചേന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദേഷ്യം ഇങ്ങ് വന്നു കേട്ടോ. എൻ്റെ അമ്മയെ എനിക്കറിയാൻ പാടില്ല കേട്ടോ, അതുപോലത്തെ ദേഷ്യം വന്നതാ. ഞാനിതാ കുളം കുത്തി ഇതാ കിണറൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുളമല്ല, കിണറാണ് ഞാൻ പണിതത്. ഇതാ ചെളിക്കകത്തൊക്കെ ഇങ്ങനെ കരി ഉരുണ്ടി, ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ പണിയും പാളിപ്പോയിട്ടോ. എൻ്റെ കണ്ണിലേക്ക് ഒരു വലിയ മൺകട്ട അങ്ങ് തെറിച്ചു. അത് കണ്ണ് ഭയങ്കര സീനായിപ്പോയി. അപ്പോൾ അതോടുകൂടെ കുറേ നേരത്തേക്ക് പണി അങ്ങ് അവസാനിപ്പിച്ച് വെച്ചു കേട്ടോ.